നമസ്കാരം. ചെയ്യുന്നത് എന്ത് വലിയ നെറുകേടാണെങ്കിലും കേരളത്തിലെ സഖാവാണെങ്കിൽ അയാളെ രക്ഷിക്കാൻ ഇവിടെ ആളുണ്ടാകും. ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്. സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയും നൽകാതെ യാതൊരു സംരക്ഷണവും നൽകാത്ത ഒരു സമ്പ്രദായം. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവും അതിനു പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളുമെല്ലാം ഈ ഒരു സാഹചര്യത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരനായ സഖാക്കന്മാരെ തിരിച്ചെടുക്കുന്ന VC നടപടി വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. എന്നാൽ ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നടപടി വിവാദമായതിനെ തുടർന്ന് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ രാജിവെക്കുകയുണ്ടായി. ഡോക്ടർ PC ശശീന്ദ്രനാണ് ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത്. രാജിക്കത്ത് നൽകിയപ്പോൾ VC ആയിരുന്ന ശശീന്ദ്രൻ നൽകിയ വിശദീകരണം തനിക്ക് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ രാജി എന്നതായിരുന്നു പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമെന്ന് കരുതുന്ന ആ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത ശേഷം മാത്രം രാജി സമർപ്പിച്ചു എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് രാജി എന്നും ആ രാജി എന്ന തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ നടപടിയെടുക്കും മുമ്പേ അദ്ദേഹം രാജിവെച്ചില്ല എന്നതാണ് ചോദ്യം. അതായത് അദ്ദേഹം അത്തരത്തിൽ നടപടിയെടുത്ത് സഖാക്കന്മാരെ തിരിച്ചെടുത്തില്ല എങ്കിൽ അടുത്തതായി വരുന്ന VC ഈ സഖാക്കന്മാർക്ക് അനുകൂലമായ നടപടി എടുക്കില്ല എന്ന കൃത്യമായ ബോധം പൂക്കോട് വെറ്റിനറി കോളേജ് VC ആയിരുന്ന PC ശശീന്ദ്രനും അദ്ദേഹത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ കറുത്ത കൈകൾക്കും കൃത്യമായി അറിയാമെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും സഖാക്കന്മാരെ തിരികെ കോളേജിലെത്തിക്കാനുള്ള ആ പദ്ധതി മുളയിലെ നുള്ളിയിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് എന്ന് ചോദിച്ച ഗവർണറുടെ ചോദ്യത്തിന് പിന്നാലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാര്യമായ ആദ്യം സസ്പെൻഡ് ചെയ്തിരുന്ന ആ വിദ്യാർത്ഥികളെ വീണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികൾ ഇനിയും ഒരു 7 പ്രവൃത്തി ദിവസം കൂടെ സസ്പെൻഷൻ നേരിടേണ്ടി വരും എന്നാണ് റിപ്പോർട്ട്. മാത്രവുമല്ല, ഈ വിദ്യാർത്ഥികളോട് ഹോസ്റ്റൽ ഒഴിയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 31 പേർ 1ാം വർഷ വിദ്യാർത്ഥികളും 2 സീനിയർ വിദ്യാർത്ഥികളുമാണ് ഈ കണക്കിൽപ്പെടുന്നത്. സിദ്ധാർത്ഥനെ വിചാരണ ചെയ്യുകയോ മർദ്ദിക്കുകയോ ചെയ്യാത്തവരാണ് ഇവരെങ്കിൽ പോലും സംഭവ സമയത്ത് ഇവർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. നടപടിയുടെ കാലാവധി പൂർത്തിയായതോടെ ഇവർ നൽകിയ അപ്പീൽ പരിഗണിച്ച് സസ്പെൻഷൻ പിൻവലിക്കാൻ VC തയ്യാറായെങ്കിലും ആ ഒരു നടപടിയിൽ കുറ്റക്കാർ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന നിലപാടിൽ ഗവർണർ കൃത്യമായി ഇടപെടുകയും ഇപ്പോൾ ആ സഖാക്കന്മാർക്ക് വീണ്ടും സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്.